നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓവർ ദ സെറ്റ് എ ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ such that L1 related to L2 if L1 is parallel to L2. അതായത് ഒരു ലൈൻ ഉണ്ട്, ഇതാണ് L1, ഇതാണ് L2. അപ്പോൾ L1ഉം L2ഉം തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ അവർ പാരലാണ്. അതാണ് ബന്ധം. ഇൻ ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ് two lines are related, they are parallel. അങ്ങനെ ചോദിച്ചോളൂ. അങ്ങനെയാണ് ആ റിലേഷൻ ഉണ്ടായിരിക്കുന്ന ആ ചോദ്യം. അത് നോക്കൂ, L1ഉം L2ഉം L1 തന്നെ പാരലാണ്. എല്ലാ ലൈനും ആ ലൈനിനോട് തന്നെ പാരലാണ് അല്ലേ? എവറി ലൈൻ ഇസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. ഞാൻ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു സാധനം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഇതാണ് L എങ്കിൽ എല്ലാ വരയും ആ വരയിനോട് തന്നെ പാരലാണ്. അതുകൊണ്ട് റിഫ്ലെക്സീവാണ്. ഈ വരയും പാരലാണെങ്കിൽ L1ഉം L2ഉം പാരലാണെങ്കിൽ L2ഉം L1ഉം പാരലാണ്. അതുകൊണ്ട് സിമെട്രിക് ആണ്. L1 പാരലൽ ടു L2, L2 ഈസ് പാരലൽ. L1ഉം L2ഉം തമ്മിൽ ബന്ധമുണ്ട്, അതായത് പാരലാണ്. L2ഉം L3ഉം തമ്മിൽ ബന്ധമുണ്ട്, അതായത് പാരലാണെങ്കിൽ തീർച്ചയായിട്ടും L1ഉം L3ഉം പാരലാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇക്വാലൻസ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഇക്വാലൻസ് ആണ്. ആൻറ്റിസിമെട്രിക് ആണത്. ഈ റിലേഷൻ ഈ L1 എന്നുള്ള വര L2നോട് പാരലാണ്, L2 L1നോടും പാരലാണ്. പക്ഷേ L1ഉം L2ഉം ഈക്വൽ ആവണമെന്നില്ലല്ലോ അല്ലേ? ഈക്വൽ ആവണമെന്നില്ല. ആയാൽ കുഴപ്പമില്ല, പക്ഷെ ആവണമെന്നില്ല. അതുകൊണ്ട് അത് ആൻറ്റിസിമെട്രിക് അല്ല. അപ്പോൾ ആൻസർ എന്താ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ഈക്വാലൻസ് റിലേഷൻ ആണ്. ആൻസർ ഇതാണ്, ഈക്വാലൻസ് റിലേഷൻ ആണ് ബെസ്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ എന്തൊക്കെ ചോദിക്കാൻ അറിയോ ഈ ക്വസ്റ്റ്യൻ? ഇതിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാം. മാക്സിമം അങ്ങനെ ചോദിക്കുള്ളൂ. ഇതിപ്പം ഈസ് പെർപെൻഡിക്കുലർ ടു ആണ് വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ ഈസ് പെർപെൻഡിക്കുലർ ടു, ഈസ് പാരലൽ ടുവിന് പകരം പെർപെൻഡിക്കുലർ ടു. രണ്ട് ബന്ധം, ഇത് L1 ആണ്, ഇത് L2 ആണ്. L1ഉം L2ഉം തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ അവർ പെർപെൻഡിക്കുലർ ആണെന്ന് വെച്ചു. ഈ റിലേഷൻ എന്തൊക്കെയാണ്? ഒരു ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ അല്ല, അവിടെ റിഫ്ലെക്സീവ് അല്ല അല്ലേ? റിഫ്ലെക്സീവ് അല്ല. പിന്നെ L1 L2നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീർച്ചയായിട്ടും L2 L1നോടും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ സിമെട്രിക് ആണ്. പിന്നെ L1 L2നോട് ഒരേ പ്ലെയിനിലെ ലൈനിലാണ് കേട്ടോ. L1ഉം L2ഉം L3 ഒക്കെ ഇൻ ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഒരേ പ്ലെയിനിലാണെങ്കിൽ L1 L2നോട് പെർപെൻഡിക്കുലർ ആണ്, L2 L3നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീർച്ചയായിട്ടും L2 L3നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L1ഉം L3യും തമ്മിൽ ബന്ധം പെർപെൻഡിക്കുലർ ആയിരിക്കില്ല, പാരലൽ ആയിരിക്കും. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഈക്വാലൻസ് അല്ല. അപ്പം ഈസ് പെർപെൻഡിക്കുലർ ടു ആണെങ്കിൽ അത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല, ഇക്വാലൻസും അല്ല, ആൻറ്റിസിമെട്രിക്കും അല്ല. കാരണം ഇതും റിലേറ്റഡ് ആണ്, ഇതും റിലേറ്റഡ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്നില്ലല്ലോ. അതുകൊണ്ട് ആൻറ്റിസിമെട്രിക് അല്ല, ഈസ് പെർപെൻഡിക്കുലർ ടു ആൻറ്റിസിമെട്രിക് അല്ല. അപ്പോൾ L1 ഈസ് പാരലൽ ടുവിന് പകരം ഈസ് പെർപെൻഡിക്കുലർ ടു ആണെങ്കിൽ ആ റിലേഷനിൽ റിഫ്ലെക്സീവ് ആവില്ല, സിമെട്രിക് ആണ്, ആൻറ്റിസിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല, ഇക്വാലൻസ് അല്ല. ഓക്കെ, ഇതിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു സെറ്റ് ഉണ്ട്, ഒരു സെറ്റ് ഉണ്ട്, രണ്ട് വരകളുണ്ട്. രണ്ട് വരകളാണ്. ഇത് L1 ആണ്, ഇത് L2 ആണ്. ഓക്കെ, ഇത് വേറൊരു വരയുണ്ട്, L3 ആണ്, L4 ആണ്, അല്ലെങ്കിൽ L3 മാത്രം. രണ്ട് വരകൾ ഇങ്ങനെയും ഒരു വര ഇങ്ങനെയുണ്ട്. ഓക്കെ, എന്നുള്ള സെറ്റിൽ എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാരുണ്ട് അല്ലേ? L1ഉം L2ഉം L3. എന്താ L1ൻ്റെയും L2ൻ്റെയും പ്രത്യേകത? L1ഉം L2ഉം പാരലാണ്. എന്താ L3യുടെ പ്രത്യേകത? L3 L2നോടും പെർപെൻഡിക്കുലറാണ്, L3 L1നോടും പെർപെൻഡിക്കുലറാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ if R is a relation, ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്യണം. ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം, ഈസ് പെർപെൻഡിക്കുലർ ടു, ഈസ് പാരലൽ ടു ആണ് റിലേഷൻ എങ്കിൽ ഈ ആറിൽ എത്ര ആൾക്കാരുണ്ടാവും? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ R. ഈക്വൽസ് ഈ ആറിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? നല്ല ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചൂടെ? എന്നുള്ള സെറ്റിൽ രണ്ട് ലൈൻസ് പാരലാണ്, L1ഉം L2ഉം പാരലാണ്. 3 ആൾക്കാരേ ഉള്ളൂ. എന്നുള്ള സെറ്റിൽ ആകെ 3 ആൾക്കാരേ ഉള്ളൂ, L1ഉം L2ഉം L3. L1ഉം L2ഉം പാരലാണ്.
L3 പറയുന്നത് L1നോടും L2നോടും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ if R is a relation defined as two lines are related if they are parallel, then what is the number of elements in R? Of course, ഈ പാരലൽ ആണെങ്കിൽ R എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവും, സിമെട്രിക് ആവും, ട്രാൻസിറ്റീവ് ആവും, ഈക്വാലൻസ് ആവും. അപ്പോൾ ആറിൽ എത്ര ആൾക്കാരുണ്ടാവും എന്ന് ചോദ്യം. എത്ര ആൾക്കാരുണ്ടാവും? L1 L1 ഉണ്ടാവും, L2 L2 ഉണ്ടാവും, L3 L3 ഉണ്ടാവും അല്ലേ? L1 L2 ഉണ്ടാവും, L2 L1 ഉണ്ടാവും. അപ്പോൾ മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ആർ വിൽ ബി 5. ഒന്നുകൂടി പറയാം. എന്താ? L1 L1 ആയിട്ട് ബന്ധമുണ്ടാവും 1. ആറിലെ സെറ്റ് എഴുതുകയാണ്, ആർ എന്നുള്ള സെറ്റ് എഴുതുകയാണ്. എന്താ സെറ്റ്? L1 L1 ഉണ്ടാവും. എന്താ L1 L1 എന്ന് പറഞ്ഞാൽ L1 is parallel to L1. പിന്നെ L2 L2 ഉണ്ടാവും, L2 L2 ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? L3 L3 ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? L1 L2 ഉണ്ടാവും, L2 L1. ഇതിൽ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട്. സപ്പോസ് യു ആർ ഡിഫൈനിങ് റിലേഷൻ, സപ്പോസ് R dash is a relation is perpendicular to, ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, കുറച്ചുകൂടി കഥ പറഞ്ഞിട്ടാ പറയാ. Two lines are related if they are perpendicular. Suppose R2 is that relation. അപ്പോൾ R2 എത്ര ആൾക്കാരുണ്ടാവും? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ R dash. എത്ര ആൾക്കാരുണ്ടാവും? L1 L3നോട് പബിളിലാണ്, L3 L1നോട് പബിളിലാണ് അല്ലേ? അപ്പോൾ L1 L3 ഉണ്ടാവും, L3 L1 ഉണ്ടാവും. പിന്നെയോ L2 L3നോട് പബിളാണ്, L3 L2നോട് പബിളാണ്. അപ്പോൾ L2 L3 ഉണ്ടാവും, L3 L2 ഉണ്ടാവും. അപ്പോൾ എത്ര ആൾക്കാരുണ്ടാവും? 1 2 3 4. ആൻസർ ഇസ് 4. എളുപ്പമല്ലേ മക്കളെ? ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഈ പ്രോബബിലിറ്റി എന്ത് റിലേഷനാണ്? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല, ഇക്വാലൻസ് അല്ല, ആൻറ്റി സിമെട്രിക് അല്ല. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. R is a relation of the set A, B, C, D given by R equals A, B, B, C, C, D. D, D ഉണ്ടോ? D, D ഇല്ല. A, B, D, D ഉണ്ട് കേട്ടോ. D, D ഉണ്ട് കേട്ടോ. D, D ഉണ്ട്. ഇതാണ് A, B, B, C, C, D, D ഉണ്ട് കേട്ടോ. D, D ഉണ്ട്. D, D ഉണ്ട്. അപ്പോൾ A, B, B, C, C, D, D ഉണ്ടെങ്കിൽ ഉറപ്പാണ് എന്ത് പറയാം? റിഫ്ലെക്സീവ് ആണ്. A, B, B, C, C, D, D ഉണ്ടെങ്കിൽ ഉറപ്പാണ് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഇനി എന്താ നോക്കട്ടെ? സിമെട്രിക് ആണ് നോക്കണം. ബി എ ഉണ്ടെങ്കിൽ അല്ല, എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. ഓക്കെ, സി ഡി ഉണ്ടെങ്കിൽ ഡി സി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഉണ്ട്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ? നോക്കൂ. എ ബി ബി സി സി ഡി ഡി അത് ഓക്കെയാണ്. എ ബി ഉണ്ട്, ബിയിൽ തുടങ്ങുന്ന ആരൊക്കെയാണ്? എ ബി ഉണ്ട്, ബി എ ഉണ്ട്, എ ഉണ്ട്, ബി ബി ഉണ്ട്. ഓക്കെ, പിന്നെ സി ഡി ഉണ്ട്, ഡി സി ഉണ്ട്, സി സി ഉണ്ട്. ഓക്കെ, പിന്നെ സിയിൽ അവസാനിക്കുന്ന നോക്കൂ, എ ബി ഉണ്ട്, ബി എ ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, എ ബി, ബിയിൽ തുടങ്ങുന്ന ആരൊക്കെയാണ്? എ ബി. പിന്നെ ആലോചിച്ചാൽ എ ആകുമ്പോൾ എയിൽ തുടങ്ങുന്ന ആരൊക്കെയുള്ളത്? ഇവിടെ ഉണ്ട്, എ ബി. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എയിൽ തുടങ്ങുന്ന തുടങ്ങുന്ന ആരുമില്ല, കഴിഞ്ഞു. ഇനി ബി ബി തുടങ്ങും, ബി ബി എ ആകുമ്പോൾ ബി എ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇനി ബിയിൽ തുടങ്ങുന്ന ഒരാളുള്ളത്? ആരുമില്ല, കഴിഞ്ഞു. സി സി ആകുമ്പോൾ സിയിൽ തുടങ്ങുന്ന സി സി ഉണ്ട്, സി ഡി ഉണ്ട്, സി ഡി ഉണ്ട്. ഓക്കെ, സോറി. പിന്നെന്താ? എ ബി ഉണ്ട്, ബി തുടർന്ന് ബി എ ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, ബി തുടർന്ന് വേറെ ആരുമില്ല. പിന്നെ ബി എ ഉണ്ട്, എ തുടർന്ന് ബി എ ബി ബി ഉണ്ട്, കഴിഞ്ഞു. പിന്നെ സി ഡി ഉണ്ട്, ഡി സി ഉണ്ട്. സി ഡിയും ഡി സി ഉണ്ടെങ്കിൽ സി സി ഉണ്ടായാൽ മതി, ഡി ഡി ഉണ്ടായാൽ മതി. അപ്പം എല്ലാം റെഡിയാണ്.
ട്രാൻസിറ്റീവ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CAD ഇല്ലല്ലോ, AD ഇല്ല, ഓക്കെ കുഴപ്പമില്ല. AB ഉണ്ട്, CD ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ, എല്ലാം അല്ലേ. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ ശ്രദ്ധിക്കണം. ഇത് ട്രാൻസിറ്റീവ് AB ബിയിൽ തുടങ്ങുന്ന എല്ലാവരും BA ഉണ്ട്, ശരിയാ. CD DC CC ഉണ്ട്, DD. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്, എല്ലാവരും ഉണ്ട്. എല്ലാ ABക്കും BCക്കും AC ഉണ്ട്, അവിടെ ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് ഇക്വാലിസേഷൻ ആണ്, ഡീസ് ആണ്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ധാരാളം ചോദിക്കും. ഇതിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാം, എത്ര സിമെട്രിക് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാം, എത്ര ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാം, എത്ര ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം, എത്ര 1-1 ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം, എത്ര ബൈജക്ഷൻസ് ഡിഫൈൻ ചെയ്യാം, എത്ര ഫങ്ഷൻസ്, അങ്ങനെ എത്ര ഇൻജക്ഷൻസ് ഡിഫൈൻ ചെയ്യാം, എക്സെട്ര. അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ റൈറ്റ്. അടുത്ത ചോദ്യം ഇതാണ്. R is a relation on Z of integers defined by X or Y. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. NCERTയിലുള്ള ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. R is a relation on Z of integers defined by Z X or Y if and only if X minus Y less than equal to 1. നോക്കൂ, മോഡ് X minus Y ഒന്നിനേക്കാൾ കുറവാണ്. മോഡ് X minus Y ഒന്നിനേക്കാൾ കുറവാണ്. എക്സും വൈയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ X minus Y ഒന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? റിഫ്ലെക്സീവ് ആണോ ചെക്ക് ചെയ്യുക. XRX ഉണ്ടോ നോക്കാം. XRX എപ്പോഴാണ് ഉണ്ടാവുക? X minus X ഒന്നിനേക്കാൾ കുറവാണ്. X minus Xന്റെ വാല്യൂ എന്താ? 0 ആണ്. 0 എപ്പോഴും ഒന്നിനേക്കാൾ കുറവാണ്, ശരിയാണ്, റിഫ്ലെക്സീവ് ആണ്. വൈക്ക് പകരം X കൊടുത്താൽ കിട്ടുന്ന X minus X 0 ആണ്. 0 എന്തായാലും ഒന്നിനേക്കാൾ കുറവാണ്, റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ ഇത്? സിമെട്രിക് ആണെങ്കിൽ എന്ത് വേണം? XRY ഉണ്ടെന്ന് വിചാരിക്കാം. XRY ഉണ്ടെങ്കിൽ മോഡ് X minus Y ഒന്നിനേക്കാൾ കുറവാണ്. മോഡ് X minus Y ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോഡ് Y minus X ലെസ് ദാൻ ഈക്വൽ ടു 1 എഴുതാം, തിരിച്ചെഴുതാം. മോഡ് X minus Y ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ മോഡ് Y minus X ഒന്നിനേക്കാൾ കുറവാണ്. മോഡ് Y minus X ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് YRX എഴുതാം. XRY ഉണ്ടെങ്കിൽ YRX ഉണ്ടാവും, അവിടെ സിമെട്രിക് ആണ്. സിമെട്രിക് ആണ്. ഇത് പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. കാരണം എന്താ അറിയോ? എക്സും വൈയും തമ്മിലെ വ്യത്യാസം ഒന്നാണ്, വൈയും സെഡും തമ്മിലെ വ്യത്യാസം ഒന്നാണ് വെച്ചിട്ട് എക്സും സെഡും തമ്മിലെ വ്യത്യാസം ഒന്നാവണമെന്നില്ല, ഒന്നിനേക്കാൾ കുറവാവണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നോക്കൂ, 2ഉം 3ഉം തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താ? 2ഉം 3ഉം തമ്മിലെ വ്യത്യാസം ഒന്നാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. ഇപ്പം ബന്ധമുണ്ട്, 2ഉം 3ഉം തമ്മിൽ ബന്ധമുണ്ട്. 3ഉം 4ഉം തമ്മിൽ ബന്ധമുണ്ടോ? 3ഉം 4ഉം തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ 2ഉം 5ഉം തമ്മിൽ ബന്ധമില്ല. മനസ്സിലായോ? കാരണം എന്താ? 2ഉം 3ഉം തമ്മിൽ ബന്ധമുണ്ട്. കാരണം 2ഉം 3ഉം തമ്മിൽ വ്യത്യാസം ഒന്നാവാം, ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ ബന്ധമുണ്ടെന്നാണ്. 3ഉം 4ഉം തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ 2ഉം 5ഉം തമ്മിൽ ബന്ധമില്ല. കാരണം 2ഉം 5ഉം തമ്മിൽ വ്യത്യാസം 3ആണ് അല്ലേ. അപ്പോൾ എക്ക് ബി ആയിട്ടും 2ഉം 5 അല്ല, 2ഉം 4ഉം എക്ക് ബി ആയിട്ടും ബിക്ക് സി ആയിട്ടും. അപ്പോൾ 2ഉം 4ഉം തമ്മിൽ ബന്ധമില്ല. 2ഉം 3 ആയിട്ട് ബന്ധമുണ്ട്, 3ഉം 4ഉം ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ 2ഉം 4ഉം ആയിട്ട് ബന്ധമില്ല. കാരണം 2ഉം 4ഉം തമ്മിൽ വ്യത്യാസം 2ആണ്. അതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല. സിമ്പിൾ അല്ലേ? അതുകൊണ്ട് അത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ധാരാളം ചോദിക്കും. അപ്പോൾ എന്താ ചോദ്യം? റിഫ്ലെക്സീവ് ആണ്. എന്തൊക്കെയാ ചോദ്യം? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ എന്താ ആൻസർ? ഇത് ശരിയാണ്. ഇ ശരിയാണ്. അപ്പോൾ എയും ബിയും ഇയും ശരിയാണ് അല്ലേ. എയും ബിയും ഇയും ശരിയാണ്.
ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇതേപോലത്തെ നമുക്കൊരു വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ വേറെ ചോദ്യം നോക്കാം. ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് യു ആർ ഡിഫൈനിങ് എ റിലേഷൻ ആർ ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 4xy പ്ലസ് അല്ലെങ്കിൽ ഒരു കാര്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ 25. ഈ റിലേഷനെ പറ്റി നിങ്ങൾ എന്താ അഭിപ്രായം? റിഫ്ലെക്സീവ് ആണോ ഇത്? റിഫ്ലെക്സീവ് അല്ല. കാരണം എന്താ? എക്സിന് പകരം വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എപ്പോഴും 25 അല്ല, അല്ലേ? ചിലപ്പോഴേക്കേ ആവുള്ളൂ. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ ഇത്? എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലാണ് അങ്ങനെ പഠിച്ചാൽ മതി. എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ആണ്. വൈയും എക്സും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 25 ആൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 can also be written as y square plus x square equals 25. അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ equals 25 can also be written as y square plus x square is equal to 25. അപ്പോൾ തിരിച്ചു എഴുതാം. സിമെട്രിക് ആണ്. അതുകൊണ്ട് അത് സിമെട്രിക് ആണ്. എക്സും വൈയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈയും എക്സും തമ്മിൽ ബന്ധം ഉണ്ടാവും. പിന്നെ ട്രാൻസിറ്റീവ് ആണോ ഇത്? ഇസ് ഇറ്റ് ട്രാൻസിറ്റീവ്? എക്സും വൈയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ആണ്. വൈയും സെഡും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 25 ആണ്. ഫ്രം ദാറ്റ് ക്യാൻ യു സേ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 25? നോക്കൂ, എക്സും വൈയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഈ കഥ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ആവും. വൈയും സെഡും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അല്ലേ, എ ബി ബി സി എ സി അങ്ങനെയാണ്. എക്സും വൈയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ആണ്. വൈയും സെഡും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 25 ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്താൽ വൈ സ്ക്വയർ പോവും. പക്ഷേ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ 0 എന്നാ വരെ. ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? This does not imply x square plus h square equals 25. Or this does not imply x is related to z. അതുകൊണ്ട് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഇക്വിവാലൻസ് അല്ല. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഇക്വിവാലൻസ് അല്ല. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. ഇതേ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കാം. In the set of all integers you are defining a relation R as set of all xy such that x square minus y square equals 25. Set of all xy such that x square minus y square equals 25. ഇത് റിഫ്ലെക്സീവ് ആണോ? എക്സും വൈയും തമ്മിൽ ബന്ധിച്ചാണ്. എക്സും വൈയും തമ്മിൽ ബന്ധമല്ല. കാരണം എക്സും വൈക്ക് വരെ എക്സ് കൊടുത്താൽ 0 = 25 വരും. അല്ലേ? റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 25 ആണ് വെച്ചിട്ട് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 25 ആവണമെന്നില്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവും അല്ല. ഇക്വിവാലൻസും അല്ല. റെഡിയല്ലേ? ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കും. ഓക്കെ. ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഓക്കെ, റൈറ്റ്. ഞാൻ വേറൊരു ചോദ്യം കൂടി പറയാം. ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് യു ഡിഫൈൻ എ റിലേഷൻ ആർ. ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് പറയുമ്പോൾ പറയാൻ വെച്ചിട്ടാണ്. എയും ബിയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ എക്സ് വൈക്ക് പറയും എ ബി ആയാലും കുഴപ്പമില്ല. എ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി പ്ലസ് 1 bigger than 0. In the set of all integers you define. Set of all integersലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. എങ്ങനെ ഡിഫൈൻ ചെയ്തത്? എയും ബിയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ എ ഇൻറ്റു ബി പ്രോഡക്റ്റ് ആണ്. എ ബി പ്ലസ് 1 bigger than 0 ആണ്. എ ബി പ്ലസ് 1 bigger than 0 ആണ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണോ മക്കളെ? എന്താ റിഫ്ലെക്സീവിൻ്റെ ഐഡിയ? ബിക്ക് പകരം എ കൊടുക്കാം. എല്ലാ ആൾക്കാർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണം, അല്ലേ?
അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ബി യു പുട്ട് എ എന്ത് കിട്ടും? എ വെച്ചാൽ എന്താ വരിക? ബിക്ക് പകരം എ വെച്ചാൽ വാട്ട് ഇസ് എ ആർ എ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ എന്താ ആൻസർ? ഈ ബിക്ക് പകരം എ കൊടുക്കാം. എ സ്ക്വയർ എ ഇൻറ്റു എ പ്ലസ് 1 വരും. വാട്ട് ഇസ് എ ഇൻറ്റു എ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 1 ആണ്. എ സ്ക്വയർ പ്ലസ് 1 എന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഓക്കെ ആണ് അല്ലേ? എ സ്ക്വയർ പ്ലസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ ബിക്ക് പകരം എ കൊടുത്താൽ എ സ്ക്വയർ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് എ ആർ എ വർക്ക് ചെയ്യും. അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. റിലേഷൻ ഇസ് റിഫ്ലെക്സീവ്, റൈറ്റ്? ഇനി സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണോ എങ്ങനെ ചെക്ക് ചെയ്യാം? സിമെട്രിക് ആണോ എങ്ങനെ ചെക്ക് ചെയ്യാം? എ ആർ ബി ഉണ്ട് വിചാരിക്കാം. എ ആർ ബി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? എ ബി പ്ലസ് 1 ബിഗർ ദാൻ 0. വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? ബി എ പ്ലസ് 1 ബിഗർ ദാൻ 0. കാരണം എ ബി പറഞ്ഞാലും ബി എ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ബി എ പ്ലസ് 1 ബിഗർ ദാൻ 0 പറഞ്ഞാൽ ബി ആർ എ ആണ്. ബിക്ക് എ ആയിട്ട് ബന്ധമുണ്ടാവും. ഫോഴ്സ് അപ്പോൾ എന്താവും? ഇത് സിമെട്രിക് ആണ്. സിമെട്രിക് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ആർ ബി ഉണ്ട് എന്ന് വിചാരിക്കാം. എ ആർ ബി ഉണ്ടെങ്കിൽ എ ബി ബിഗർ ദാൻ 0 വരും. ബി ആർ സി ഉണ്ടെങ്കിലോ എ സി ബിഗർ ദാൻ എ ബി പ്ലസ് 1 ആണ് അല്ലേ? എ ബി പ്ലസ് 1 ബിഗർ ദാൻ 0 വരും. ബി ആർ സി ഉണ്ടെങ്കിലോ ബി സി പ്ലസ് 1 ബിഗർ ദാൻ 0 വരും അല്ലേ? അപ്പോൾ എ ബി പ്ലസ് 1 ബിഗർ ദാൻ 0 ആണെങ്കിൽ എ ബി ബിഗർ ദാൻ -1 ഒക്കെ വരിക. അപ്പോൾ ഇതൊന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഒരിക്കലും. അതുകൊണ്ട് തന്നെ എ ആർ സി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസിറ്റീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്വാലൻസ് അല്ല. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഇക്വാലൻസ് അല്ല. പക്ഷെ ഇങ്ങനെ വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എന്താ? എ ബി പ്ലസ് 1 ബിഗർ ദാൻ 0, ബി സി പ്ലസ് 1 ഇതൊന്ന് നേരിട്ട് ഫോളോ ഇല്ല എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പം നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിക്കാം. ആണെന്ന് പറയാൻ എക്സാമ്പിൾ പോരാ, പക്ഷെ അല്ല എന്ന് പറയാൻ ഡിസ്പ്രൂവ് ചെയ്യാൻ എക്സാമ്പിൾ മതി. അപ്പോൾ ഇവിടെ ഡിസ്പ്രൂവ് ചെയ്യാൻ എന്താ നല്ലത് വെച്ചാൽ നോക്കൂ, ഇൻ്റെ സെറ്റ് ഓഫ് ആൾ ഇൻഡിവിജ്വൽസ് അല്ലേ ഡിഫൈൻ ചെയ്ത്. നോക്കൂ, 1ഉം 0ഉം തമ്മിൽ ബന്ധമുണ്ട് അല്ല? -1ഉം 0ഉം തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? -1ഉം 0ഉം തമ്മിൽ ബന്ധമല്ലേ? -1ഉം 0ഉം തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാരണം? -1 ഇൻറ്റു 0 പ്ലസ് 1 ബിഗർ ദാൻ 0 ആണ്. അപ്പോൾ -1 0 തമ്മിൽ ബന്ധമുണ്ട്. 0ഉം 1ഉം തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? 0 ഇൻറ്റു 1 പ്ലസ് 1 ബിഗർ ദാൻ 0 ആണ്. 0ഉം 1ഉം തമ്മിൽ ബന്ധമുണ്ട്. നോക്കൂ, -1ഉം 0ഉം തമ്മിൽ ബന്ധമുണ്ട്, 0ഉം 1ഉം തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ -1ഉം 1ഉം തമ്മിൽ ബന്ധമില്ല. കാരണം എന്താ? -1ഉം തമ്മിൽ ബന്ധം, -1ഉം 1ഉം തമ്മിൽ ബന്ധമില്ല. കാരണം എന്താ? -1 ഇൻറ്റു 1 പ്ലസ് 1 എന്താ? 0 ആണ്. അത് ബിഗർ ദാൻ 0 അല്ല, 0 ആണ്. അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല. അതായത് -1ന് 0 ആയിട്ട് ബന്ധമുണ്ട്, 0ന് 1 ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ -1ന് 1 ആയിട്ട് ബന്ധമില്ല. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ മക്കളെ? അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഇക്വാലൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ധാരാളം ചോദ്യങ്ങളുണ്ട്, നോക്കിയിട്ട് പോകണം. ഓക്കെ.